herzlich willkommen. സോ ഹാസ്ലിഷ് വെൽക്കം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഹൃദയപൂർവ്വമായ സ്വാഗതം എന്നാണ്. ഓക്കെ, നിങ്ങൾക്ക് എന്നെ അറിയില്ല, എൻ്റെ പേര് അലീമി അജിത് എന്നാണ്. അപ്പോൾ ഞാൻ തൃശ്ശൂരാണ് എൻ്റെ വീട്. ഇപ്പം ജർമ്മനിയിൽ ഹൗസ് ബിൽഡിംഗ് ചെയ്യുന്നു. നോർത്ത് റൈൻ വെസ്റ്റ്ഫാലിയയിൽ ക്യാംലിൻ ഫോർട്ടിലാണ് ഞാൻ ഹൗസ് ബിൽഡിംഗ് ചെയ്യുന്നത്. ഇപ്പം ഫസ്റ്റ് ഇയർ ആണ്, വന്നിട്ടൊരു 6 months ആയി. എൻ്റെ പ്രൊബേഷൻ പീരീഡൊക്കെ കഴിഞ്ഞ് പ്രൊബേഷൻ പീരീഡ് ദൈവത്തിൻ്റെ സഹായത്തോടെ ഞാൻ പാസ്സായിട്ടുണ്ട്. അപ്പോൾ അതൊരു ഹാപ്പി ന്യൂസ് ആണ് അല്ലേ. ഇന്നത്തെ വീഡിയോ ഞാൻ ഉദ്ദേശിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ, ഇപ്പം ഞാൻ നാട്ടിലായിരുന്നപ്പം എനിക്ക് ഒരുപാട് കൺഫ്യൂഷൻസ് ഉണ്ടായിരുന്നു. അതായത് എങ്ങനെയാണ് ഈ ഐൻസാറ്റ്സ് വരുന്നത്, ഐൻസാറ്റ്സ് മീൻസ് പ്രാക്ടിക്കൽ എങ്ങനെയാണ് വരുന്നത്, അതേപോലെ തന്നെ ക്ലാസ് എങ്ങനെയാണ്, ഇതൊക്കെ എനിക്ക് ഭയങ്കര ഡൗട്ടായിരുന്നു. എന്നെ പോലെ തന്നെ നിങ്ങൾക്ക് ഡൗട്ട് ഉണ്ടാവുമെന്ന് എനിക്കറിയാം. സോ ഞാൻ എൻ്റെ എക്സ്പീരിയൻസ് ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചു. നിങ്ങൾക്ക് അതിൽ നിന്നൊരു ഐഡിയ കിട്ടുമല്ലോ എങ്ങനെയാണ് നമ്മുടെ ക്ലാസ്സും അല്ലെങ്കിൽ പ്രാക്ടിക്കലൊക്കെ വരുന്നതെന്ന്. അപ്പോൾ അതാണ് ഞാൻ ഇന്നത്തെ വീഡിയോ ഷെയർ ചെയ്യാൻ വിചാരിക്കുന്നത്. എത്രത്തോളം ലോങ് ആവുമെന്ന് എനിക്കറിയില്ല. അങ്ങനെയാണ് ഞാൻ 2 പാർട്ടായിട്ട് ചെയ്യുന്നതായിരിക്കും കേട്ടോ. സോ നമുക്ക് വീഡിയോയിലോട്ട് കിടക്കാം. അപ്പം ഞാൻ ഉദ്ദേശിക്കുന്നത് പ്രാക്ടിക്കലിൻ്റെ കാര്യം പറയാനാണ് ഫസ്റ്റ് ടൈം. കാരണം പ്രാക്ടിക്കൽ കുറച്ച് ഇൻട്രസ്റ്റ് ആണ് അല്ലേ. എൻ്റെ അറബിക് ഗേബർ വരുന്നത്, അതായത് എൻ്റെ കോൺട്രാക്ടർ വരുന്നത് ആൾട്ടനൈമാണ്. എൻ്റെ ആൾട്ടനൈമിൻ്റെ പേര് കാർപ്പഡിയും. ഞാനിവിടെ നോയ കൃഷ്ണനുള്ളിലുള്ള കാർപ്പഡിയുമിലാണ് വർക്ക് ചെയ്യുന്നത്. അവരാണ് എൻ്റെ അറബിക് ഗേബർ. എൻ്റെ സ്കൂൾ വരുന്നത് ഇവിടെ അടുത്ത് തന്നെയാണ്, ക്യാംലിൻ ഫോർട്ട് എന്ന് പറഞ്ഞ സ്ഥലത്താണ് എൻ്റെ സ്കൂൾ വരുന്നത്. ഫസ്റ്റ് ക്ലാസ് ആയിരുന്നു കേട്ടോ, 2 മാസത്തെ. അതിൻ്റെ എക്സ്പീരിയൻസ് ഞാൻ വേറൊരു വീഡിയോ കൂടെ ഷെയർ ചെയ്യാം. കാരണം ഭയങ്കര ലോങ് ആയിപ്പോവും, അതുകൊണ്ട് ഞാൻ ഒട്ടും ലേറ്റ് ആക്കില്ല. അപ്പോൾ അത് തന്നെ ഞാൻ എൻ്റെ ഫസ്റ്റത്തെ ഇൻസാറ്റ്സിലേക്ക് കാര്യങ്ങളായിട്ട് പറയാൻ പോകുന്നത്. എൻ്റെ ഫസ്റ്റത്തെ ഇൻസാറ്റ്സ് ഓറിയൻ്റൽ ഇൻസാറ്റ്സ് ആണ്. എനിക്ക് അറിയില്ല, എല്ലാവരുടെ കാര്യം എനിക്കറിയില്ല, എല്ലാവർക്കും ഓറിയൻ്റൽ ഇൻസാറ്റ്സ് ആണെന്ന്. പക്ഷെ എനിക്ക് പേഴ്സണലി ഓറിയൻ്റൽ ഇൻസാറ്റ്സ് ആയിരുന്നു എൻ്റെ ഫസ്റ്റത്തെ 3 months ആയിരുന്നു ഉണ്ടായിരുന്നത്. നമ്മളെ കൊണ്ട് എല്ലാം ചെയ്യാനാണ്. ഒന്നാമതായിട്ട് നമ്മളെല്ലാം ചെയ്യാൻ അലൗഡല്ല. അപ്പോൾ നമ്മളെ കൊണ്ട് അങ്ങനെ എല്ലാം ചെയ്യിപ്പിക്കില്ല. അത് ഓറിയൻ്ററിങ് മീനിങ് നിങ്ങൾക്കറിയാമല്ലോ, ഓറിയൻ്ററിങ് ആണ്. ഫസ്റ്റ് ഇയറിൽ നൈറ്റ് ഷിഫ്റ്റ് ചെയ്യാൻ അലൗഡല്ല എന്ന് തോന്നുന്നു, എന്ന് വെച്ചാൽ നൈറ്റ് ഷിഫ്റ്റ്. അപ്പോൾ എനിക്കാണെങ്കിൽ 2 ഷിഫ്റ്റാണുള്ളത്, മോർണിംഗ് ഷിഫ്റ്റും അതേപോലെ തന്നെ ലേറ്റ് ഷിഫ്റ്റും, ഷ്പേറ്റും ഫ്രൂഹും. ഫ്രൂഹ് എന്ന് പറഞ്ഞാൽ മോർണിംഗും, ഷ്പേറ്റ് എന്ന് പറഞ്ഞാൽ ലേറ്റ് ഷിഫ്റ്റും. അതിൽ എൻ്റെ ഷിഫ്റ്റ് വരുന്നത് ഫ്രൂഹ് ആണെങ്കിൽ രാവിലെ 6:30 തുടങ്ങിയിട്ട് 2:45 വരെ ആയിരിക്കും. ഷ്പേറ്റ് ആണെങ്കിൽ 12:30 തുടങ്ങി 9 മണി വരെയാണ് എൻ്റെ ഷിഫ്റ്റ് വരുന്നത്. പിന്നെ എൻ്റെ കുറച്ച് ഉള്ളേരിയ ആയതുകൊണ്ട് ഞാൻ ഷിഫ്റ്റ് ചേഞ്ച് ചെയ്തിരുന്നു. അതായത് സൺഡേ സാറ്റർഡേയും എനിക്ക് ഇവിടുന്ന് വണ്ടി കുറവാണ്. അതുകൊണ്ട് ഞാൻ ഈ സൺഡേ സാറ്റർഡേ ദിവസങ്ങളിൽ ഞാൻ കുറച്ച് ടൈമൊക്കെ കയറ്റി വെച്ചിട്ട് അങ്ങനെ പോയിരുന്നു ഷിഫ്റ്റിന്. അപ്പോൾ എനിക്ക് തോന്നുന്നു നിങ്ങൾക്ക് തന്നെ ചോദിക്കാൻ പറ്റും തോന്നുന്നു, എനിക്കറിയില്ല എല്ലായിടത്തും അലൗഡ് ആണോ എന്ന്. പക്ഷെ എൻ്റെ അവിടെ ചോദിച്ചിട്ട് ഞാൻ അങ്ങനെ ചെയ്തിരുന്നു. ഇനി മെയിനായിട്ട് ഞാൻ പറയാൻ പോകുന്നത് നമ്മൾ മോർണിംഗ് ഷിഫ്റ്റിലും ലേറ്റ് ഷിഫ്റ്റിലും എന്തൊക്കെയാണ് ചെയ്യാൻ പോകുന്നതെന്നാണ്. ഇപ്പം മോർണിംഗ് ഷിഫ്റ്റിലാണെങ്കിൽ ആദ്യമൊക്കെ തന്നെ എന്നെ കൊണ്ടൊന്നും ചെയ്യിപ്പിച്ചിരുന്നില്ലായിരുന്നു. അതായത് നമ്മൾ രാവിലെ അവിടെ ചെല്ലുന്നു. അപ്പം നമ്മളൊരു ഫ്ലേഗി ക്രാഫ്റ്റിൻ്റെ ഒപ്പം വിടും. ഫ്ലേഗി ക്രാഫ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു നേഴ്സ്, അവിടെ വർക്ക് ചെയ്യുന്ന നേഴ്സിൻ്റെ ഒപ്പം നമ്മളെ വിടും. അപ്പോൾ ഈ നേഴ്സ് എന്താ ചെയ്യണമെന്ന് വെച്ചാൽ അവിടുത്തെ അവർക്ക്, അതായത് ഞങ്ങളുടെ അവിടുത്തെ ആൾട്ടനൈമിൽ എന്ന് പറയുമ്പോൾ ഓരോരുത്തർക്കും വർക്കുകൾ ടൈലം ചെയ്തിട്ടുണ്ടാവും, അതായത് പാർട്ട് ചെയ്തിട്ടുണ്ടാവേ. ദാറ്റ് മീൻസ് ഒരു 2 ഫ്ലേഗി ക്രാഫ്റ്റ് ഉണ്ടെങ്കിൽ ഞങ്ങൾക്കിങ്ങനെ ക്യൂഷ പോലെ ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. ക്യൂഷ മീൻസ് കിച്ചൺ, 3 ഏരിയ. അപ്പോൾ ചിലപ്പോൾ ഈ ഒരു ഏരിയയും പിന്നെ 3ാമത്തെ ഏരിയയുടെ പകുതിയും ഒരു നേഴ്സ് എടുക്കും. പിന്നെ 2ാമത്തെ നേഴ്സ് നെക്സ്റ്റ് ഏരിയയും പിന്നെ ഇതിൻ്റെ ബാക്കി പകുതിയും എടുക്കും. അങ്ങനെയാണ് ഇവിടെ വർക്ക് ചെയ്തുകൊണ്ടിരുന്നത്. അപ്പം മെഡിസിൻ കൊടുക്കുകയാണെങ്കിലും അവരുടെ കാര്യങ്ങൾ നോക്കുകയാണെങ്കിലും ഇങ്ങനെയാണ്. അതായത് ഈ തന്നേക്കുന്ന ആൾക്കാരുടെ കാര്യങ്ങൾ മാത്രമേ നോക്കുള്ളൂ. അപ്പം ഞാനൊരു നേഴ്സിൻ്റെ കൂടെ പോകുമ്പോൾ എനിക്ക് ആ നേഴ്സിന് തന്നേക്കുന്ന എല്ലാവരുടെയും പേഷ്യൻ്റിൻ്റെ റൂമിൽ കയറുന്നു, അവരോട് രാവിലെ തന്നെ വെള്ളം കുടിക്കുന്നു ചോദിച്ചാൽ അവർ ഓക്കെ ആണോ ചോദിക്കും. അത് കഴിഞ്ഞിട്ട് നമുക്ക് സ്ട്രുംഫെ എന്ന് പറയുമ്പോൾ ഈ കാലുവേദനയ്ക്ക് ഇട്ടിട്ടുള്ള പോലത്തെ സംഭവമാണത്. സ്ട്രുംഫെ ഇടാണവർക്ക് സ്ട്രുംഫെ ഇടും. രാവിലെ തന്നെ അവിടേക്ക് 6:30 മെഡിസിൻ കൊടുക്കണം. അതുകൊണ്ടാണ് 6:30 കയറി ചെല്ലുന്നത്. അതാണ് ഫസ്റ്റ് നമ്മൾ ചെയ്യുന്ന കാര്യം. അത് കഴിഞ്ഞിട്ട് ഈ മെഡിസിനൊക്കെ കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ ഞങ്ങളുടെ അവിടെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫ്രൂസ്റ്റുക്കിന് സർവീസ് ഉണ്ട്. അതായത് ഫ്രൂസ്റ്റുക്ക് എന്ന് പറയുമ്പോൾ ബ്രേക്ക്ഫാസ്റ്റിന് സർവീസ് ഉണ്ട്. സർവീസ് ഉള്ളപ്പോൾ അവർ വന്ന് ചെയ്യും, അല്ലെങ്കിൽ നമ്മളാണ് ചെയ്യേണ്ടത്. അപ്പോൾ ഞാൻ ഫ്ലേഗി ക്രാഫ്റ്റും കൂടി ഷെയർ ചെയ്തിട്ടാണ് അത് ചെയ്യാറുള്ളത്. ഫസ്റ്റൊന്നും എനിക്കറിയില്ല, കാരണം
പലതരം ബ്രെഡ് ഉണ്ട്, പലതരം സലാമി ഉണ്ട്. സലാമി ഒരു റൗണ്ടിൽ അത് പല മീറ്റൊക്കെ വെച്ചുണ്ടാക്കുന്ന ഒരു സംഭവമാണ്. പലതരം സലാമികളുണ്ട്. നമുക്കിതിനെക്കുറിച്ച് ഒരു ഐഡിയ ഇല്ലാത്തതുകൊണ്ട് ഞാൻ നിൽക്കുള്ളൂ. പക്ഷെ ഞാൻ പഠിക്കുമായിരുന്നു കേട്ടോ, ഓരോന്ന് നോക്കി കണ്ട് പഠിക്കുമായിരുന്നു. ഇമ്പോർട്ടൻ്റ് ആണ്. നമ്മൾ വെറുതെ ഇങ്ങനെ നിന്നാൽ പോരാ, അവരുടെ കൂടെ കാര്യങ്ങളൊക്കെ പഠിക്കണം. കാരണം ഒരു 1 വീക്ക് 2 വീക്കൊക്കെ ആയിരിക്കും അവർ നമ്മളവരുടെ കൂടെ പോകുന്നത്. ബാക്കിയൊക്കെ നമ്മൾ തന്നെയാണ് ചെയ്യുന്നത്. ശരിക്കും അവിടെ ഒന്നല്ലത്, പക്ഷെ ഇവിടെ ഇങ്ങനെയാണ്. അപ്പോൾ നമ്മൾ അവരുടെ കൂടെ നടന്ന് ഇതൊക്കെ നോക്കുന്നുണ്ട് പഠിക്കണം. അതാണ് മെയിനായിട്ട് ഉദ്ദേശിക്കുന്നത്. നമ്മൾ എന്താണ് ചെയ്യേണ്ടതെന്ന് അവരുടെ കൂടെ നടന്ന് പഠിക്കുക, അതാണ് മെയിനായിട്ട് ഉദ്ദേശിക്കുന്നത്. അത് 1 വീക്ക് 2 വീക്ക് ഇങ്ങനെ തന്നെയായിരുന്നു. അത് കഴിഞ്ഞിട്ട് പിന്നെ ഒരു മാസമൊക്കെ കഴിഞ്ഞപ്പോൾ ഒറ്റയ്ക്ക് വിടാൻ തുടങ്ങി. അതായത് ഞാൻ രാവിലത്തെ ഷിഫ്റ്റിനാണ് ചെല്ലുകയാണെങ്കിൽ അവിടെ ബോർഡിൽ എനിക്ക് എത്ര പേഷ്യൻസ് ഉണ്ടെന്ന് അവർ ഇങ്ങനെ കൊടുത്തിട്ടുണ്ടാവും. അത് പേര് എഴുതി താഴെ പേഷ്യൻറ്റിൻ്റെ നെയിമൊക്കെ എഴുതിയിട്ടുണ്ടാവും. ചെല്ലുന്നു, അതൊക്കെ നമ്മൾ എഴുതിയെടുക്കണമെങ്കിൽ എഴുതിയെടുക്കാം, അല്ലെങ്കിൽ നമ്മളവിടെ ഫോൺ യൂസ് ചെയ്യുന്നുണ്ട്. ആ ഫോണിൽ അവരുടെ എല്ലാ ഡീറ്റെയിൽസും ഉണ്ട്. അതായത് അവർക്ക് എന്തൊക്കെ അസുഖങ്ങളുണ്ട്, അവരെന്തൊക്കെ ഡ്രിങ്ക്സാണ് കുടിക്കുക, അവർക്ക് ഫ്രീ സ്റ്റിക്കിന് ഏത് ഫുഡാണ് ഇഷ്ടം, ഏത് ബ്രോഡ്ഷനാണ്, ബ്രോഡ്ഷൻ മീൻസ് ബ്രെഡ്, ഏത് ബ്രെഡാണ് ഇഷ്ടം, എല്ലാം അവരുടെ ഇഷ്ടങ്ങളും അവർക്ക് ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളെല്ലാം ആ ഫോണിൽ ഉണ്ട്. ഓക്കെ, ഓരോ ആൾക്കാരുടെയും എനിക്ക് തോന്നുന്നു ഡേറ്റ് ഓഫ് ബർത്ത് എല്ലാ കാര്യങ്ങളും ഉണ്ട് അവരുടെ. അപ്പോൾ നമുക്കതൊക്കെ നോക്കിയിട്ട് അങ്ങനെ ചെയ്യാം കേട്ടോ. എനിക്ക് കുറച്ച് നാൾ കഴിഞ്ഞപ്പോൾ തന്നെ ഫോൺ അലൗഡായിരുന്നു. ഫോൺ എടുത്തിട്ട് നമുക്കതിൽ പിൻ ചെയ്തിടാൻ പറ്റും, നമുക്ക് ആരൊക്കെ തന്നെയാണെന്ന് വെച്ചാൽ. അപ്പം ഞാൻ ഫോർ എക്സാമ്പിൾ പറയാം, എനിക്കൊരു അമ്മമ്മയെ കിട്ടിയിട്ടുണ്ടായിരുന്നു. അപ്പം ഞാൻ അമ്മമ്മയുടെ അടുത്ത് രാവിലെ തന്നെ ചെല്ലുന്നു, ഗുഡ് മോർണിംഗ് പറയുന്നു. അമ്മമ്മയ്ക്ക് ഓക്കെ ആണോ ചോദിക്കുന്നത്, എവിടെയെങ്കിലും വേദന ഉണ്ടോ എന്ന് ചോദിക്കണം. ഇതൊക്കെ ചോദിച്ചതിന് ശേഷം അമ്മമ്മയ്ക്ക് സ്ട്രൂംഫ് ഉണ്ട്, ആ സ്ട്രൂംഫ് ഇട്ട് കൊടുക്കണം. പിന്നെ അമ്മമ്മയുടെ ബേസിക് കെയറിന് വേണ്ടിയിട്ടാണ് നമ്മൾ പോകുന്നത്. അതിനു മുമ്പ് നമ്മൾ ഈ ഫ്ലേഗി ക്രാഫ്റ്റിൻ്റെ ഒപ്പം പോകുമ്പോൾ തന്നെ എങ്ങനെ കെയർ ചെയ്യേണ്ടതെന്നും ആ കാര്യങ്ങളൊക്കെ നമുക്ക് പറഞ്ഞു തരും. അപ്പോൾ നമ്മളതൊക്കെ പഠിക്കണം. അത് കഴിഞ്ഞ് എനിക്ക് ഈ അമ്മമ്മനെ ചെയ്യേണ്ടായിരുന്നത്, അമ്മമ്മ പല്ലേക്കലും കാര്യങ്ങളൊക്കെ തന്നെ ചെയ്യുമായിരുന്നു. അപ്പോൾ അത് നമ്മൾ ചെയ്ത് കൊടുക്കേണ്ട ആകെ നമ്മൾ ഡയപ്പർ മാറ്റി കൊടുക്കുക, ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചെയ്ത് കൊടുത്താൽ മതി. പിന്നെ ഡ്രസ്സ് ചെയ്യുമ്പോൾ ഹെൽപ്പ് ചെയ്യുക. അമ്മമ്മയ്ക്ക് കണ്ണിന് കുറച്ച് കാഴ്ചക്കുറവുണ്ട്, അതൊക്കെ എല്ലാം നമ്മൾ ചെയ്ത് ബേസിക് കെയറും കാര്യങ്ങളെല്ലാം ചെയ്തിട്ട് പിന്നെ ഫ്രൂട്ട് സ്റ്റിക്ക് കഴിക്കാൻ വേണ്ടിയിട്ട് കൊണ്ടിരുത്തുന്നു. നമുക്ക് എത്ര പേരുണ്ടോ അവരുടെ എല്ലാവരെയും കാര്യങ്ങളൊക്കെ ചെയ്ത് കൊണ്ടിരുത്തുന്നു. അപ്പം എനിക്ക് അത് കഴിഞ്ഞ് വരുമ്പോൾ ഒരു 10 മണിയൊക്കെ ആവും. 10 മണിക്ക് ബ്രേക്ക് പോകുന്നതിന് മുമ്പ് തന്നെ നമ്മൾ അപ്ഡേഷൻസ് ഫ്ലേക്കി ക്രാഫ്റ്റിന് കൊടുക്കണം. അതായത് അതിന് യുബർഗാബെ എന്നാട്ടോ പറയാം. അപ്ഡേഷൻസ് നമ്മൾ കൊടുക്കണം. അതായത് ആർക്കെങ്കിലും നമ്മൾ ഫ്ലേക്ക് ചെയ്യുന്ന സമയത്ത് മേത്തെങ്ങാനും വല്ല റെഡ് കളർ കണ്ടോ, അല്ലെങ്കിൽ എന്തെങ്കിലും പുതിയതായിട്ട് കണ്ടിട്ടുണ്ടെങ്കിൽ അത് നമ്മൾ അവരെ ഇൻഫോം ചെയ്യും. ബ്രേക്കിന് ശേഷം അവിടെ ഇങ്ങനെ ഓരോ വാഗകളുണ്ടാകും. വാഗൺ മീൻസ് വണ്ടി, അതായത് ഈ ടവലും കർച്ചീഫും സാധനങ്ങളെല്ലാം വെച്ചിട്ടുള്ള ഒരു വണ്ടി ഉണ്ടാവും. അതിനനുസരിച്ച് അതിൽ കയറ്റി വയ്ക്കണം. അതാണ് നമുക്ക് നെക്സ്റ്റ് വരുന്ന ഡ്യൂട്ടി. റൂമിൽ എന്തെങ്കിലും ഡയപ്പറോ അതിൻ്റെ ഇൻകോണ്ടിനൻസ് എന്നാണ് ഇവിടെ പറയുന്നത്, അതെന്തെങ്കിലും കുറവുണ്ടെങ്കിൽ അത് കൊണ്ടുവയ്ക്കാം. പിന്നെ വാഷ് ലാപ്പ് എന്ന് പറഞ്ഞാൽ വേറെ സംഭവമുണ്ട്. അതായത് നിങ്ങൾ കണ്ടാവും, നമുക്ക് ഈ കയ്യിൽ ഇങ്ങനെ ഇട്ടിട്ട് മുഖത്ത് ചെയ്യുന്നത്, അതിനെ വാഷ് ലാപ്പ് എന്ന് പറയും. ഈ നമ്മുടെ തോർത്ത് പോലെ അടിക്കുന്ന സംഭവം അതിനെ ഹാൻഡ് തൂഷി എന്ന് പറയും കേട്ടോ. 2 വേർഡ്സ് കിട്ടിയില്ലേ? അതൊക്കെ ഉണ്ടെങ്കിൽ, അതൊന്നും ഇല്ലെങ്കിൽ അവരുടെ റൂമിൽ കൊണ്ടുവയ്ക്കുക. ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെയാണ് നമുക്ക് നെക്സ്റ്റ് ഡ്യൂട്ടി വരുന്നത്. അത് 12:30 ഞങ്ങളവിടെ ലഞ്ച് കഴിക്കുന്ന ടൈം. ലഞ്ച് കഴിക്കുന്നു. ക്യൂഷ്യ സർവീസ് ഉണ്ടെങ്കിൽ അത് അവർ കൊണ്ടുവയ്ക്കും, ഇല്ലെങ്കിൽ നമ്മളതെടുത്തിട്ട് സ്പ്യൂൽ മെഷീനിലിടണം. സ്പ്യൂൽ മെഷീൻ മീൻസ് പാത്രങ്ങൾക്ക് കഴുകുന്ന മെഷീനുണ്ട്. ആ മെഷീനിൽ നമ്മളെല്ലാം ഒതുക്കി വെക്കണം. അതേപോലെ തന്നെ അത് ക്ലീൻ ചെയ്ത് കഴിഞ്ഞാൽ തിരിച്ചെടുത്ത് വെക്കണം. ഇതൊക്കെയാണ് നമുക്ക് നെക്സ്റ്റ് ഡ്യൂട്ടി വരുന്നത്. പിന്നെ ടീ ടൈം ആവും. അപ്പോൾ നമ്മൾ ടീയും കാര്യങ്ങളൊക്കെ അവിടെ തന്നെ ഉണ്ടാക്കും. അപ്പം അത് കൊടുക്കുന്നു. ഞങ്ങളുടെ ടീ ടൈം എന്ന് പറഞ്ഞാൽ 3 മണിക്കാണ്. 3 മണിയാകുമ്പം ടീ കൊടുക്കുന്നു. ഓൾറെഡി അതിന് മുമ്പ് നമ്മുടെ ഫ്ലൂഹ് കഴിഞ്ഞിട്ടുണ്ടാവും കേട്ടോ. പിന്നെ സ്പേറ്റുകാരാണത് നോക്കാം. ഫ്ലൂഹിൻ്റെ ഇത്രയാണ് ഡീറ്റെയിൽസ് വരുന്നത്. അതായത് ഞാൻ ജസ്റ്റ് ഒന്ന് ഇതായിട്ട് പറയാം. രാവിലെ അവരുടെ ഫ്ലീഗെ, അതിൻ്റെ അവരെ ഫ്രൂട്ട് സ്റ്റിക്കിന് ഇരുത്തുന്നു. അത് കഴിഞ്ഞ് നമ്മുടെ വാഗൺസ് ഒക്കെ അതിൽ കയറ്റാനുള്ളതൊക്കെ കയറ്റി വയ്ക്കുന്നു. അത് കഴിയുമ്പോൾ നമ്മൾ എന്താ പറയുക, ഉച്ചയ്ക്കത്തെ ഫുഡിൻ്റെ കാര്യങ്ങളൊക്കെ നോക്കുന്നു. അത് കഴിഞ്ഞിട്ട് പിന്നെ ചില ആൾക്കാർക്ക് ഉച്ചയ്ക്കും ഫ്ലേഗ് ഉണ്ടാവും കേട്ടോ. ഫുഡ് കഴിച്ച് കഴിഞ്ഞിട്ട് നമുക്ക് ഫ്ലേഗ് ചെയ്യാണ്ടാവും. കെയർ ദാറ്റ് മീൻസ് ഇൻകോണ്ടിനൻസ് മാറ്റാണ്ടാവും. ചിലവർക്ക് ലൂസ് മോഷനും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. അതിന് സ്റ്റൂൾ ഗൺ എന്നാണ് പറയാം. അപ്പോൾ അതൊക്കെ ഉണ്ടെങ്കിൽ നമ്മൾ ഉച്ചയാകുമ്പോൾ മാറ്റണം കേട്ടോ. 7 മണിക്കൂർ 8 മണിക്കൂർ എന്തായാലും കഴിയില്ലേ, അപ്പോൾ നമ്മളത് മാറ്റണം. അത്രയാണ്
ഫ്ലൂഹിൽ വരുന്നത്. സ്പീറ്റിൻ്റെ കാര്യം പറയാം കേട്ടോ. സ്പീറ്റ് എന്ന് പറയുമ്പോൾ ഈ നമ്മൾ വരുന്നത് ഈ ടീ ടൈമിലായിരിക്കും. സ്പീറ്റിൻ്റെ സ്റ്റോറേജ് കുറവാണ് ഫോണിൽ, അതുകൊണ്ട് ഞാനൊക്കെ പെട്ടെന്ന് തന്നെ പറഞ്ഞു തീർക്കാം കേട്ടോ. സ്പീറ്റിൽ വരുന്നത് നമുക്കിതേപോലെ തന്നെ ടീയുടെ പാത്രങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടാവും, അതൊക്കെ എടുത്ത് വയ്ക്കണം. ബെൻഡ് ബ്രോട്ട് ഉണ്ടാക്കി വയ്ക്കണം. ആ ബെൻഡ് ബ്രോട്ട് എന്ന് വെച്ചാൽ ടിന്നർ ബ്രോട്ട്സ് തന്നെയാണ് കേട്ടോ കഴിക്കുക, ബ്രെഡ്. അപ്പോൾ നമ്മൾ അത് ഉണ്ടാക്കി വെക്കണം. ഡിന്നർ കഴിച്ച് കഴിഞ്ഞ് അപ്പോൾ തന്നെ കിടക്കും. അപ്പോൾ അവരെ ഡ്രസ്സൊക്കെ മാറ്റി, ഇൻകോണ്ടിനൻസ് എല്ലാം മാറ്റി, നൈറ്റ് ഡ്രസ്സ് ഉണ്ട് അത് ഇടിക്കുക, അവരെ കിടത്താം. അതൊക്കെ ഒരു 8 മണി ഒക്കെ ആകുമ്പോഴേക്കും തലം കഴിയും. പിന്നെ വരുന്നത് ഡോക്യുമെൻറ്റേഷനാണത്. നമ്മളല്ല ചെയ്യുക, ഫ്ലേഗി ക്രാഫ്റ്റാണ് ചെയ്യുക. നമുക്ക് എന്തെങ്കിലും നമ്മളിപ്പം ഒറ്റയ്ക്കാണ് ചെയ്യുന്നതെങ്കിൽ എന്തെങ്കിലും നോട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ അവരുടെ അടുത്ത് പോയി പറയാം. അപ്പോൾ അവരത് അടുത്ത ഷിഫ്റ്റുകാർക്ക് വേണ്ടിയിട്ട് അറിയാൻ വേണ്ടിയിട്ടൊക്കെ ഡോക്യുമെൻറ്റേഷൻ ചെയ്യും. അത് കഴിഞ്ഞ് പിന്നെ നെക്സ്റ്റ് നൈറ്റ് ഷിഫ്റ്റിൻ്റെ ആൾക്കാർ വരുമ്പോൾ ഉബർഗാബെ കൊടുക്കും. ഉബർഗാബെ ചെയ്യുന്നത് ഫ്ലേഗി ക്രാഫ്റ്റാണ്. കാരണം നമുക്ക് ലാംഗ്വേജ് ഇല്ലാത്തതുകൊണ്ട് ഫ്ലേഗി ക്രാഫ്റ്റാണ് എല്ലാം പറയാം. പുതിയ എന്തുണ്ടായി, ആർക്കൊക്കെ എന്തൊക്കെ കൊടുക്കണം, അങ്ങനത്തെ കാര്യങ്ങളെല്ലാം ആണ് ഉബർഗാബെ കൂടെ പറയുന്നത്. ഇത്രയാണ് നമുക്ക് സ്പീറ്റിലും ഫ്ലൂഹിലൊക്കെ വരുന്നത്. എനിക്ക് തോന്നുന്നു ഞാൻ എല്ലാം തന്നെ ഇൻക്ലൂഡ് ചെയ്യിപ്പിച്ചിട്ടുണ്ടെന്ന്. കാരണം നമ്മൾ സംസാരിച്ച് തുടങ്ങിയ വിചാരിക്കണ കാര്യങ്ങളല്ല പറയുന്നത്, അതൊരു ഇമ്പോർട്ടൻ്റ് കാര്യമാണ്. അപ്പം എനിക്ക് തോന്നുന്നു ഞാൻ എല്ലാം പറഞ്ഞിട്ടുണ്ടെന്നാണ്. ഇനി നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ എന്തെങ്കിലും അറിയാൻ ആഗ്രഹം ഉണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ പറഞ്ഞാൽ മതി, ഞാൻ വീഡിയോ ചെയ്യാം. അല്ലെങ്കിൽ നിങ്ങൾക്ക് പേഴ്സണലായിട്ട് എന്തെങ്കിലും അറിയാനാണെങ്കിൽ എൻ്റെ ഇൻസ്റ്റാഗ്രാമിൽ മെസ്സേജ് അയച്ചാൽ മതി, ഞാൻ റിപ്ലൈ തന്നേക്കാം കേട്ടോ. അലീന ജിത് എന്നാണ് എൻ്റെ ഇൻസ്റ്റാഗ്രാമിൻ്റെ പേര്. അപ്പോൾ അതിൽ നിങ്ങൾക്ക് മെസ്സേജ് ഞാൻ റിപ്ലൈ തരുന്നതായിരിക്കും. വീഡിയോ ഇഷ്ടപ്പെടുന്നതെന്ന് വിചാരിക്കുന്നു. നെക്സ്റ്റ് വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ബൈ.